ആ സഹായ വിതരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക. ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് നമ്മുടെ സുരക്ഷാ പദ്ധതി അംഗമായി മരണപ്പെട്ട വൈക്കം യൂണിറ്റിലുള്ള വൈക്കം മഹാദേവ ഹോട്ടൽ ഉടമ വെങ്കട്ടരാമയ്യരുടെ പത്നി അംബുജമയ്യർ അദ്ദേഹത്തിന്റെ നോമിനിയായ വെങ്കട്ടരാമയ്യർക്ക് ചെക്ക് നൽകുന്നു. ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷന് ബന്ധപ്പെട്ട പല മീറ്റിങ്ങുകൾക്ക് എന്നെ വിളിച്ചെങ്കിൽ തന്നെ എനിക്ക് പല സമയപരിമിതിയിൽ കൂടുതൽ എത്താൻ പറ്റില്ല. പിന്നെ തന്നെ നമ്മൾ മനാഫും ഒക്കെ തമ്മിൽ തന്നെ ഒന്ന് വിളിച്ചെങ്കിൽ തന്നെയും അതിനുശേഷം 2 മീറ്റിങ്ങുകൾ കൊണ്ടുവന്നു. അതുപോലെ ഇപ്പം ഒന്ന് രാവിലെ 9:00 CS-ന്റെ റിവ്യൂ മീറ്റിംഗ് പല പ്രാവശ്യം മാറ്റി വെച്ചിരുന്ന് രാവിലത്തേക്ക് ഫിക്സ് ചെയ്തു. അതോടൊപ്പം തന്നെ CM-ന്റെ മീറ്റിംഗ് റെയിൽവേയുടെ ലാൻഡ് അക്വിസിഷനുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗ് എടുത്തു. അത് 2 മീറ്റിങ്ങുകൾ അതുകൊണ്ടാണ് ചിലപ്പോൾ താമസിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ ജില്ലയിൽ ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ സൂചിപ്പിച്ചതാണ്. വേസ്റ്റ് വാട്ടർ മാനേജ്മെന്റ് നമുക്കൊരു വലിയ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഫീൽഡാണ്. നമുക്ക് മാലിന്യമുക്ത നവകേരളവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ജില്ല ഉൾപ്പെടെ സ്റ്റേറ്റ് ഉൾപ്പെടെ 2024 മാർച്ച് 30 സഫിഷ്യന്റ് ആവണമെന്നുള്ളൊരു ഡയറക്ഷൻ നമ്മുടെ NGT നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ പറഞ്ഞ ഡയറക്ഷൻ ഉണ്ടായി. തദ്വാര നമുക്ക് ഏകദേശം 2,200 കോടി രൂപയെ നമ്മളെ ഫൈൻ ചെയ്യിക്കുന്നു. നമ്മൾ അത് ബ്രഹ്മപുരം പ്ലാന്റിന്റെ പ്ലംബത്തിന്റെ കഥയിൽ നമുക്ക് അറിയാം. അതിനുശേഷം നമ്മളൊരു ബൃഹത്ത് പ്രോജക്റ്റ് ഏറ്റെടുക്കുകയും മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യും. 2024 മാർച്ച് മുമ്പായിട്ട് ഇത് ഒരു പൂർണ്ണതോതിൽ സമ്പൂർണ്ണമായിട്ട് കേരളത്തെ മാലിന്യമുക്തമാക്കാം എന്നൊരു പ്രതീക്ഷയോടെ മുന്നോട്ട് വരുന്നത്. പക്ഷേ ഇതൊരു വലിയൊരു വാസ്റ്റ് സബ്ജക്റ്റാണ്. നമ്മൾ ഉദ്ദേശിച്ച് പെട്ടെന്ന് എടുത്ത് 1-2 ദിവസം കൊണ്ട് തീർക്കാവുന്ന വിഷയമല്ല. ശേഷം ഗവൺമെന്റ് തന്നെ അത് മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ഒരു വർഷം 25 മാർച്ചിനുള്ളിൽ പോലും നമ്മൾ പൂർണ്ണതോതിൽ ഇതൊന്നും സംജാതമാക്കാൻ സാധിക്കുന്നത് നല്ലതെന്ന് പറയേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചോളം വേസ്റ്റ് തന്നെ ബയോ വേസ്റ്റ് ഉണ്ട്, നോൺ ബയോ വേസ്റ്റ് ഉണ്ട്, ലിക്വിഡ് വേസ്റ്റ് ഉണ്ട്. നമുക്ക് ബയോ വേസ്റ്റിന്റെ കേസിൽ നമ്മൾ കുറേയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് തീരുമാനം. നോൺ ബയോ വേസ്റ്റ് ഉൾപ്പെടെ നമ്മുടെ ഹരിതകർമ്മസേനയൊക്കെ നമ്മുടെ വീട്ടിൽ വന്ന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ എടുക്കുന്നതൊക്കെ അറിയാം. അപ്പൊ അതൊക്കെ ഒരു പൂർണ്ണതോതിൽ നമുക്ക് CKCയിലൂടെ മൂവ്മെന്റും ഇതിനിടയ്ക്കുള്ള ഒത്തിരി വിഷയങ്ങളുണ്ട്. അതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. എന്നാൽ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പുറകോട്ട് നിൽക്കുന്നത് നമ്മുടെ ആലപ്പുഴ ജില്ല നോക്കുകയാണെങ്കിൽ നമ്മൾ ലിക്വിഡ് വേസ്റ്റ് മാനേജ്മെന്റിന്റെ വിഷയത്തിലാണ്. ലിക്വിഡ് വേസ്റ്റ് മാനേജ് നമുക്കറിയാം. നമുക്ക് സെപ്റ്റാങ്ക് മാലിന്യം ഉൾപ്പെടെ ആലപ്പുഴ ട്രീറ്റ് ചെയ്യാൻ നമുക്ക് സംവിധാനമില്ല നിലവിലെപ്പോഴും. അപ്പൊ നമുക്ക് വരുന്നത് ഈ ഒരു മാസം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുന്നത് നമ്മുടെ ചേർത്തലയിൽ FSTP പ്ലാന്റ്, ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, അത് ഏകദേശം ഈ മാസം അവസാനത്തോട് പൂർത്തീകരിക്കാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 98% വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അതിനകത്ത് ചില കേസുകളും പരാതികളൊക്കെ ഉണ്ടായിട്ട് അല്പം സ്വല്പമൊക്കെ നീണ്ടുപോയി വൈകിയെന്നുള്ളതിലാണ്. അപ്പൊ അത് വന്നാൽ തന്നെ നമുക്കുള്ള ഒരു പരിധി വരെ നമുക്ക് 240 KLD ആണ്. ഒരു 2,40,000 ലിറ്റർ ഒരു ദിവസം ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഏകദേശം 50 ലോഡ് സെപ്റ്റിക് ടാങ്ക് മാലിന്യങ്ങൾ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം നമ്മളെ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വാട്ടർ ടേബിൾ വളരെ ഉയർന്ന സ്ഥലമാണ്. നമ്മുടെ ഈ ഫ്ലഡിങ്ങിന് വളരെ പ്രോൺ ആയിട്ട് സ്ഥലമാണ്. അപ്പൊ തദ്വാര നമുക്കുള്ള വിഷയം എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കണ്ടാമിനേഷൻ നമ്മുടെ ഈ വീടുകളിലൊക്കെ കിണറിലെ വെള്ളം ഉൾപ്പെടെ നമ്മുടെ സെപ്റ്റാങ്ക് മാലിന്യം ഉൾപ്പെടെ കലരാനുള്ള സാധ്യതകൾ കൊണ്ടുകൊണ്ടാണ്. അപ്പൊ ഇതിനൊക്കെ ഒരു വ്യത്യസ്തമായ സമീപനം നമ്മൾ തീർച്ചയായിട്ടും സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അതുകൊണ്ടാണ് നമ്മളുടെ ഒരു FSTPക്ക് രാഷ്ട്രീയം മുന്നോട്ട് നോക്കുകയും അതിന്റെ അപൂർണ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തടസ്സങ്ങളും പ്രയാസങ്ങളും കോടതി എന്നുള്ള ഇഷ്യൂസ് ഒക്കെ ഒത്തിരിയാണ്. അപ്പൊ അതിനെയൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് വീണ്ടും എന്റെ FSTPയുടെ ആവശ്യമുണ്ട്. ഒരെണ്ണം കൊണ്ട് മാത്രം ആവുന്നില്ല. നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹം നമുക്ക് ഇതൊക്കെ ആവശ്യമുണ്ട്. ആൾക്കാർ വിചാരിക്കും എന്റെ ഭാഗത്താണ് കക്കൂസ് മാലിന്യം, ജില്ലയിലെ കക്കൂസ് മാലിന്യം എന്റെ വീടിന്റെ ഭാഗത്താണ് വിളിച്ചിട്ട്. അങ്ങനെയല്ല, നമ്മളതൊക്കെ പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജിയുടെ നമ്മളിപ്പോ ഒറീസയിലോ മഹാരാഷ്ട്രയിലോ പോയി കാണാൻ നമ്മുടെ ഈ ടെക്നോളജി ഒക്കെ വളരെ ഭംഗിയായിട്ട് അത് പല സ്ഥലങ്ങളിലും നമ്മുടെ ഈ വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റുകളിൽ അവര് ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു പൂന്തോട്ടം ആയിട്ടൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. പല നമ്മൾ ബോംബെയിലൊക്കെ പോയിട്ട് കണ്ടറിയാം, അഹമ്മദാബാദ് പോയിട്ട് കണ്ടറിയാം, ഭുവനേശ്വരിൽ അറിയാം. അപ്പൊ അതിനെയൊക്കെ ഒരു വേസ്റ്റ് ട്രീറ്റ് ചെയ്ത സാധനത്തിന് അപ്പുറം അതിന്റെ ടെക്നോളജിയുടെ പരിപ്രേക്ഷ്യം മുഖാന്തരം വളരെ ഭംഗിയായിട്ട് മാനേജ് ചെയ്യാനും അതേ അവിടെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനുള്ള സമയം ഇൻക്ലൂഡിംഗ് റെസ്റ്റോറന്റ് ഉൾപ്പെടെ ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നമ്മുടെ മറ്റ് സംസ്ഥാനങ്ങളെ പുരോഗമിച്ചു പോകുമ്പോൾ കേരളത്തിന് വ്യത്യസ്തമായിട്ട് നിൽക്കാൻ ഒരിക്കലും സാധ്യമല്ല. അപ്പൊ നമ്മളും തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ചിന്തകളും നമ്മുടെ വേസ്റ്റുകളിലൊക്കെ ട്രീറ്റ് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരുപക്ഷെ റീസെന്റ് ആയിട്ട് ആ വിഷയങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്
അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹോട്ടലുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സമയത്ത് വേസ്റ്റ് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ചില സംഘടനകളൊക്കെ തന്നെ അതിന് വിരുദ്ധമായ ചില നിലപാടുകളൊക്കെയും അവർക്ക് അത് ഈ മൂവ് ചെയ്യാനുള്ള പ്രശ്നങ്ങൾ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്കുള്ള ഏറ്റവും വലിയ വിഷയം നമുക്ക് ഇത് മൂവ് ചെയ്യാനുള്ള സെറ്റായി മൂവ് ചെയ്യാനുള്ള വണ്ടികളില്ലെന്ന് പറയാം. അപ്പൊ നമ്മളെ ഈ പ്രാവശ്യത്തെ പ്രോജക്റ്റുകളുണ്ട് 3 മുനിസിപ്പാലിറ്റി ഈ വണ്ടികൾ എടുക്കുമ്പോൾ വാങ്ങിക്കാനുള്ള പ്രോജക്റ്റുകൾ വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളെ സംബന്ധിച്ചുള്ള നമുക്ക് ഈ പുതിയൊരു ടെക്നോളജിയാണ് സ്ക്വാസിന്. ഞാൻ ഇതിനു മുമ്പ് അമൃതത്തിന്റെ ഡയറക്ടർ ആയ സമയത്ത് അത് നാഷണൽ ലെവലിൽ നമ്മളൊരു പ്രൊപ്പോസ് ചെയ്ത ഒരു ട്രീറ്റ്മെന്റും പിന്നെ ഇത് സ്റ്റാർട്ടപ്പ് കമ്പനിയായിട്ട് പ്രൊപ്പോസ് ചെയ്തത് നാഷണൽ ലെവലിൽ അമൃതിന്റെ നാഷണൽ ലെവലിൽ ഏറ്റവും വലിയ അവാർഡ് വാങ്ങിച്ചതാണ് സ്ക്വാസ് ശ്രീ ഹരീഷ് നമ്പ്യാർ നടന്നത്. അപ്പൊ അതിനകത്ത് നമുക്കൊരു ജാപ്പനീസ് ടെക്നോളജിയാണ് നമ്മുടെ ഈ വേസ്റ്റ് നമ്മുടെ ഹോട്ടലിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഗ്രേ വാട്ടർ വന്നാൽ അതിനകത്ത് ഒരു ട്രയാങ്കിൾ ആഡ് ചെയ്യും, അത് രജിസ്റ്റർ ചെയ്യുകയും ചെയ്താൽ അതിന്റെ പ്രോസസിംഗ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറഞ്ഞതാണ്. അതിന്റെ പ്രോസസിംഗിന് ശേഷം ഇതിനകത്ത് ഈ ഒരു 5-10 മിനിറ്റ് കംപ്ലീറ്റ് ഇതിനകത്തുള്ള കണ്ടൻസ് ഓയിൽ ഉൾപ്പെടെയുള്ള സോളിഡ് ഉൾപ്പെടെയുള്ള എല്ലാ മാലിന്യങ്ങളും എണ്ണ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വലിച്ചെടുക്കുകയും അത് സെപ്പറേഷൻ ചെയ്യുന്നു. അപ്പൊ ഇത് നമ്മൾ പൈലറ്റ് അടിസ്ഥാനത്തിൽ ആലപ്പുഴയിൽ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട യു ജോസഫ് ഡിസ്കസ് ചെയ്തത് പൈലറ്റ് അടിസ്ഥാനത്തിൽ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ സംവിധാനം നമുക്ക് തന്നേക്കുന്നത്. ഒരു 3 മാസത്തെ കാലാവധിയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ BCBയുടെ ഭാഗത്ത് അതിനകത്തുള്ള ക്ലാരിറ്റിയെ പറ്റി അതിന്റെ BOD COD ലെവലൊക്കെ ചെറിയ വേരിയേഷൻസ് കൂടെ നമ്മളെടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അപ്പൊ അതിനുള്ള പ്രവർത്തനം ഞാൻ ഒരു കാരണവശാലും നിർത്തിവെക്കാൻ പറ്റത്തില്ല. ടെക്നോളജി അതിനെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുന്നത് അത് നിർത്തിവെക്കാൻ പാടില്ല. അപ്പൊ തീർച്ചയായിട്ടും അതിന് ആവശ്യമായ നമ്മളൊരു ഡിസ്കഷൻ നടത്തിയത് ഏരിയേഷൻ ടാങ്ക് അല്പം വിപുലീകരിക്കേണ്ടിയിരിക്കുന്നു, ചെറിയ മാറ്റം വരുത്തിയിരിക്കുന്നു. അപ്പൊ അതും തീർച്ചയായിട്ടും നമുക്ക് ശ്രീ ഹരീഷ് നമ്പ്യാരോട് സൂചിപ്പിക്കുകയും അദ്ദേഹം അതിനെ വിധേയപ്പെടുകയും ചെയ്യാനുള്ള അഗ്രിമെന്റ്. അപ്പൊ തുടർന്ന് നമ്മളൊരു 3 മാസക്കാലം കൊണ്ട് നമ്മുടെ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകണം. തുടർന്ന് നമുക്ക് ഇതൊരു ടെക്നോളജി മീറ്റിംഗ് നമ്മുടെ PCB ഉൾപ്പെടെ ശുദ്ധമിഷൻ ഉൾപ്പെടെ ഈ ടെക്നോളജി മീറ്റിംഗ് ആണെങ്കിൽ നമുക്ക് കേരളം മൊത്തം എല്ലാ മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഈ സംവിധാനം വളരെ ലോറിയിൽ സെറ്റ് ചെയ്യാവുന്ന സാധനമാണ്. നമുക്ക് പെട്ടെന്ന് സഖ്യതയോട് പറയണം. ഇവിടെ തന്നെ നമ്മുടെ ഹോട്ടൽ റെസ്റ്റോറന്റ് അസോസിയേഷന്റെ വകയായിട്ട് 22 സെന്റ് വസ്തുണ്ട്. നമ്മുടെ പ്രതിയാണെങ്കിൽ നമുക്ക് വണ്ടിയിൽ പോയി ഹോട്ടലുകളിൽ നല്ല വേസ്റ്റ് വണ്ടിയിൽ പോയി സഖ്യകൊണ്ട് വന്ന് ഇതിവിടെ ട്രീറ്റ് ചെയ്യാവുന്ന സംവിധാനമുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചെറിയ സോളിഡ് വേസ്റ്റ് മാലിന്യമുണ്ട്, അതൊക്കെ മാറ്റാൻ പറ്റും. അപ്പൊ ഈ രീതിയിലുള്ള പ്രവർത്തനം അതോടൊപ്പം തന്നെ നമുക്കറിയാം ഭൗമ വാഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമുക്കറിയാം ഡിൻഡിഗൽ പ്രവർത്തനമാണ്. അപ്പൊ അവരും വളരെയേറെ ടെക്നോളജി വൈസ് ഒത്തിരി കാര്യങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ ഒരു സിസ്റ്റമാണ് നമ്മളെ ഈ ബർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബിറ്റ്സ് പിലാനി അറിയാമെങ്കിൽ പിന്നെ രാജസ്ഥാനിലെ പിലാനിയിൽ സ്ഥിതി ചെയ്യുന്ന ബിറ്റ്സ് അവർ ഏകദേശം 2 കോടി രൂപ ചെലവഴിച്ചിട്ട് നമുക്ക് ഒരു ഈ വേസ്റ്റ് ട്രീറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രപ്പോസൽ തരികയും അത് നമ്മുടെ ഭൗമമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അവരുടെ ഡയറക്ടറായിട്ട് കൊണ്ടുവരുന്നത്.